അപ്പോൾ ഞാനിപ്പോൾ ഇന്നിവിടെ തയ്ക്കാൻ പോണത് നമ്മളൊരു ഡിസൈനർ എൻ സ്റ്റൈൽ നൈറ്റ് ടൈപ്പ് നല്ല ഒരു സെലിബ്രിറ്റി നൈറ്റ് കേട്ടോ ഞാനിവിടെ വെട്ടാൻ പോണത്. അതിലൊക്കെ ഭയങ്കര നല്ല വിലയുള്ളൊരു നൈറ്റ് കേട്ടോ ഇത്. അതിങ്ങനെ നമ്മൾ സിമ്പിളായിട്ട് നമുക്ക് കുറഞ്ഞ ചെലവിൽ എങ്ങനെ വയ്ക്കാമെന്ന് നോക്കാം. അപ്പോൾ കടയിൽ ഞാനിത് ആദ്യം ഒരു പേപ്പറിൽ മാർക്ക് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ വേണ്ടിയിട്ടാട്ടോ പേപ്പറിൽ മാർക്ക് ചെയ്യണേ. ഇതിപ്പോൾ ഞാനൊരു 44 സൈസ് നൈറ്റിയാണ് കേട്ടോ തയ്ക്കണത്. അപ്പോൾ ഞാൻ അതിൻ്റെ അളവ് പറയാം. 44 സൈസ് നൈറ്റി ആകുമ്പോൾ അതിൻ്റെ ലെങ്ത്, ടോട്ടൽ ലെങ്ത്, ഇപ്പം ഞാനിവിടെ ഒരു 44 സൈസിൻ്റെ ആട്ടോ എടുക്കണേ. സൈസ് നൈറ്റി ഒന്നും തയ്ക്കാമെന്ന് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടോട്ടൽ ലെങ്ത് ഞാനിപ്പോൾ ഇവിടെ എടുക്കണേ 55 ഇഞ്ചാണ്. നമ്മളൊരു റെഡിമെയ്ഡ് തുണി മേടിക്കുന്നതിന് ഇത്ര ഉണ്ടാവുള്ളൂ കേട്ടോ. റെഡിമെയ്ഡ് തുണി മേടിക്കുന്നതിന് ലെങ്ത് ഇത്ര കിട്ടുള്ളൂ. 3 മീറ്ററിൻ്റെ തുണിയാണ് അവർ തരുന്നത്. ചിലപ്പോൾ 290 ഉണ്ടാവുള്ളൂ. പിന്നെ അതിൻ്റെ അകത്ത് നമ്മൾ ഷോൾഡർ എടുക്കണേ. ഷോൾഡർ ഞാനിവിടെ ഒരു 8 ഇഞ്ചാണ് എടുക്കണേ. പിന്നെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ചും കൂടെ കേട്ടോ. ഇപ്പോൾ 8.5. പിന്നെ ആം ഹോള് സെയിം തന്നെയാണ് എടുക്കണേ. അപ്പോൾ നമുക്ക് നൈറ്റിയൊക്കെ അല്ലേ, അപ്പോൾ നമുക്ക് കൈക്കുഴിയൊക്കെ കുറച്ച് ലൂസായിട്ട് കിട്ടാൻ വേണ്ടി അത് ഞാൻ 8 ഇഞ്ച് തന്നെയാണ് എടുക്കണേ. പിന്നെ ചെസ്റ്റ് വളരെ സിമ്പിളായിട്ട് ഇത്ര അളവുകളൊക്കെ അറിഞ്ഞിരുന്നാൽ പിന്നെ നമുക്കിത് സിമ്പിളായിട്ട് തയ്ക്കാൻ പറ്റും. ചെസ്റ്റ് എടുക്കുന്നത് ജസ്റ്റ് ഞാനിപ്പോൾ 44 സൈസിൽ തയ്ക്കണേ. അപ്പോൾ 44 ഡിവൈഡഡ് ബൈ 4 10. പിന്നെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, പിന്നെ ഒരു 1 ഇഞ്ചോടെ എക്സ്ട്രാ എടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു 11.5 എടുക്കണം കേട്ടോ ചെസ്റ്റ് എടുക്കുന്നത്. പിന്നെ ബാക്ക് നെക്ക് 3 ഇഞ്ച്, ബാക്ക് നെക്ക് വിഡ്ത്ത് അതും 3 ഇഞ്ച് തന്നെ. പിന്നെ ഫ്രണ്ട് നെക്ക് അത് 6.5. അതിൻ്റെ വിഡ്ത്തും സെയിം തന്നെ കേട്ടോ 3 ഇഞ്ച്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഇത്ര അളവുകൾ നമ്മൾ അറിഞ്ഞിരുന്നാൽ നമുക്ക് കൃത്യമായിട്ട് ഇത് അറിയാൻ പറ്റും. ഇത് നമ്മൾ ഒന്ന് നമ്മളൊരു പേപ്പർ എവിടെയെങ്കിലും എഴുതി വെച്ചിട്ട് നമുക്ക് നൈറ്റ് അയക്കുവാണെങ്കിൽ ഇപ്പം നമ്മൾ ആകെ ഇതിനകത്ത് കുറച്ച് വ്യത്യാസം വരുത്തണേ. ഷോൾഡറും ഇപ്പം ഞാനിവിടെ 8 എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ചെറിയ ഷോൾഡർ ആണെങ്കിൽ സ്മോളോ ലാർജൊക്കെ ആണെങ്കിൽ ഒരു 7 ഒക്കെ മതിയാവും. പിന്നെ XL ആണെങ്കിൽ ഒരു 7.5 അത്രയൊക്കെ മതി. പിന്നെ ആം ഹോളും അതുപോലെ തന്നെ, നൈറ്റിയുടെ ആകുമ്പോൾ ആം ഹോളും അതുപോലെ തന്നെ വരും. പിന്നെ ചെസ്റ്റ് ഇതുപോലെ ഇപ്പോൾ ഞാനിവിടെ ഈ അളവ് സെയിമാണ്. നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അളവ് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ഇങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ കറക്റ്റായിരിക്കും കേട്ടോ അത്. പിന്നെ ഇതിൻ്റെ യോക്കുണ്ട്. യോക്കെന്ന് പറഞ്ഞാൽ നമ്മൾ ചെസ്റ്റിൻ്റെ ഇവിടം വരെയുള്ള ഭാഗം കേട്ടോ ഉദ്ദേശിക്കണം. യോക്ക് ഞാനിവിടെ നമ്മൾ കുറച്ച് ഇത് ഹൈറ്റുള്ള ആളാകുമ്പോൾ കുറച്ച് ഞാനിവിടെ ഒരു 11 ഇഞ്ചാണ് എടുക്കണേ. പിന്നെ തയ്യൽ തുമ്പ് ഒരു 1/2 ഇഞ്ച്, അപ്പോൾ 11.5. നമ്മൾ ഏതെടുക്കുമ്പോഴും അളവിനേക്കാളും ഒരു 1/2 ഇഞ്ച് കൂട്ടി തയ്യൽ തുമ്പ് എടുക്കണം കേട്ടോ. തയ്യൽ തുമ്പ് കൂടെ കൂട്ടി വേണം കേട്ടോ എടുക്കാൻ. 1/2 ഇഞ്ച് അല്ലെങ്കിൽ 1 ഇഞ്ച് കൂട്ടി എടുക്കണം. അത് മറന്നു പോകരുത് കേട്ടോ. അല്ലെങ്കിൽ നമ്മൾ തയ്ക്കുമ്പോൾ ടൈറ്റായി പോകും. പിന്നെ നമുക്ക് തുമ്പുണ്ടെങ്കിൽ ഒട്ടും ഉണ്ടാവേണ്ടി വരും തയ്യൽ തുമ്പില്ലാന്ന് വെച്ചാൽ. അപ്പോൾ നമുക്കിതെങ്ങനെ ഇതിനകത്ത് വരയ്ക്കണമെന്ന് നോക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ സെയിം സൈസ് തന്നെ വരയ്ക്കണേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് വരയ്ക്കാം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ എന്തിലേലും കട്ട് ചെയ്തിട്ട് വരയ്ക്കുവാണെങ്കിൽ ഈ പീസ് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി. ഈ പീസ് സൂക്ഷിച്ച് വെച്ചാൽ ഈ പീസ് വെച്ചിട്ട് നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാൻ തയ്ക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ ആദ്യം അടയാളപ്പെടുത്തുന്നത് യോക്ക് കേട്ടോ. യോക്ക് ഞാനിവിടെ ഒരു 11 ഇഞ്ച് തയ്യൽ തുമ്പര കൂട്ടി 11.5 അടയാളപ്പെടുത്തിയത്. അപ്പോൾ അത് ഞാനിവിടെ ഈ സൈഡിലും 11.5 തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. 2 സൈഡിലും 11.5 അടയാളപ്പെടുത്തുന്നുണ്ട്. അത് കഴിഞ്ഞ് നമുക്കതൊരു സ്കെയിൽ വെച്ചൊരു ബോക്സ് ഇങ്ങനെ വരയ്ക്കാം.
ഒരു ലൈൻ കൊടുക്കാം. ഇത് ഞാനിപ്പോൾ 11 ഇഞ്ച്. ഇപ്പോൾ ഹൈറ്റ് കുറവുള്ളവർക്കൊക്കെ ആണെങ്കിൽ 9, 10 ഒരു 9.5, 10 അത്രയൊക്കെ മതി കേട്ടോ. ഹൈറ്റ് കൂടുതലുള്ളവർക്ക് 11 ഇഞ്ച് എടുക്കുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ നമ്മൾ അടയാളപ്പെടുത്തിയത് യോക്കാണ്. ഇനി നമ്മൾ അടയാളപ്പെടുത്താൻ പോണത് ഷോൾഡറാണ്. ഷോൾഡർ ഞാനിവിടെ 8 എടുത്താൽ 8 എടുക്കണേ. 8.5 ഇഞ്ച് തയ്യൽ തുമ്പോട് കൂട്ടി 8.5 എടുക്കണേ കേട്ടോ. ഷോൾഡർ ഇപ്പോൾ ഞാൻ എടുത്താക്കണേ. ഇവിടെ 8.5 അടയാളപ്പെടുത്തി. ഷോൾഡർ ആം ഹോൾ ഞാൻ എടുക്കണേ 8 ആം ഹോൾ ഞാൻ എപ്പോഴും ഷോൾഡറും നൈറ്റിക്ക് ആകുമ്പോൾ ഷോൾഡറും ആം ഹോളും ഒരുപോലെ ഒന്നിച്ചെടുക്കണേ. ഇപ്പം അതും 8 ഇഞ്ച്. പിന്നെ നമ്മളിവിടെ അടയാളപ്പെടുത്തണേ ചെസ്റ്റാണ്. ചെസ്റ്റ് ഞാൻ അടയാളത്തക്കണേ 11.5. അപ്പോൾ നമുക്ക് ഇതൊരു സ്കെയിൽ വെച്ചൊന്ന് ലൈൻ വെക്കാം. ഇതൊന്ന് ജോയിൻ ചെയ്യാം. ഇത് നമ്മുടെ ഷോൾഡറാണ്. ഷോൾഡർ ഞാൻ 8 ഇഞ്ചാണ് എടുത്താക്കണേ. ഡബിൾ XL ആയ കാരണം കൊണ്ട്. ഇപ്പോൾ നമ്മൾ XL ആണെങ്കിൽ ഒരു 7.5 മതിയാവും. സ്മോളോ ലാർജൊക്കെ ആണെങ്കിൽ ഒരു 7 മതിയാവും കേട്ടോ. ഇതിപ്പോൾ നമ്മളിവിടെ ആം ഹോള് താഴോട്ട് വലിച്ചു. അത് ഞാൻ 8 തന്നെ എടുത്താക്കണേ. ഷോൾഡർ എത്രയാണോ അത്ര തന്നെ എടുത്താക്കണേ. ഇത് പിന്നെ ചെസ്റ്റാണ്. ചെസ്റ്റ് 11.5 ഞാൻ എടുത്താക്കണേ. ഇത് നമ്മൾ സാധാരണ ഇവിടെ നമ്മൾ ഇതുപോലെ ഒരു ഷേപ്പ് കൊടുക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് അരയ്ക്കാൻ അറിയുന്നില്ലാത്തത് ഇതുകൊണ്ട് ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് എടുത്താൽ മതി കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 ഇഞ്ച് എടുത്തിട്ട് ഇങ്ങനെ 1.5 ഇഞ്ച് എടുക്കുക. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഒരു 2 ഇഞ്ച് മുകളിലേക്ക് എടുക്കുക. 2 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് ഇത് ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റായിരിക്കും. കൈക്കുഴി വരയ്ക്കാനാണ് ഇത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇപ്പോൾ നൈറ്റി ആയ കാരണം കൊണ്ട് ഫ്രണ്ടിൽ ഇത്ര നമ്മളിവിടെ ചിലർക്ക് നൈറ്റിയുടെ ഫ്രണ്ടിൽ കുറച്ചുകൂടെ ടൈറ്റ് വേണം എന്നുള്ളവരാണെങ്കിൽ ഇവിടെ ഇങ്ങനെ വരയ്ക്കുമ്പോൾ ഒന്ന് ഫ്രണ്ട് മാത്രം, ഇത് ബാക്കാണ്. ബാക്ക് പിന്നെ ഫ്രണ്ട് ഇത് ഇവിടെ ഇച്ചിരി ഇങ്ങനെ ഒന്ന് കയറ്റി വരച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഫ്രണ്ട്, ഇത് ബാക്ക് കേട്ടോ. ബാക്കിൽ കുറയ്ക്കരുത്, ഫ്രണ്ട് മാത്രം കയറ്റി വരട്ടോ. നമ്മൾ ബ്ലൗസൊക്കെ വെട്ടുമ്പോൾ തന്നെ നൈറ്റിക്ക് ഇപ്പോൾ അങ്ങനെ വെട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ കഴുത്ത് വെട്ടുന്നതിൻ്റെ അടയാളപ്പെടുത്താം. കഴുത്ത് ഞാനിവിടെ ബാക്ക് നെക്ക് 3 ഇഞ്ചാണ് അടയാളപ്പെടുത്തുന്നത്. ഇറക്കം പിന്നെ അതിൻ്റെ വീതിയും 3 ഇഞ്ച് തന്നെയാണ്. ഇത് നമുക്കിതുപോലെ കേട്ടോ ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. പിന്നെ ഇനി അടുത്തത് ഫ്രണ്ട് നെക്ക്. ഇത് ബാക്ക് നെക്ക്, ഇത് ബാക്ക് നെക്ക്. നമുക്ക് ഫ്രണ്ട് നെക്ക് വരയ്ക്കാം. ഫ്രണ്ട് നെക്ക് ഞാനിവിടെ ഒരു 6.5 എടുക്കണേ. അതും 3 ഇഞ്ച് തന്നെ. ഇത് ഞാനിവിടെ ഒരു 1.5 ഇഞ്ച് മുകളിലേക്ക് എടുത്തിട്ട് നമുക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ സ്ക്വയർ നെക്കായിട്ട് വരയ്ക്കാം. ഇവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് സ്ക്വയർ നെക്കായിട്ട് ഇങ്ങനെ വേണമെങ്കിൽ വരയ്ക്കാം. ഞാനിപ്പോൾ വേറൊരു ഡിസൈനാണ് വരയ്ക്കുന്നത്, കുറച്ച് ഡിഫറെൻ്റ് ആയിട്ട് ഇരിക്കുന്നത് വെച്ചിട്ട്. അപ്പോൾ നമ്മളിത് വെടിക്കുമ്പോൾ കണ്ടോ ഇങ്ങനെയല്ലേ വരണേ. ഇത് നമ്മൾ 2 പീസാണ്. അപ്പോൾ ഇതിൻ്റെ നടുക്ക് ഇതെങ്ങനെയാണ് ഈ തയ്യൽ വരേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഇനി ഇതെന്താ ഉണ്ടെന്ന് വെച്ചാൽ ഇതാണ് നമ്മുടെ മിഡിലായിട്ട് വന്ന സ്ഥലം. ഈ മിഡിലിൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ 1 ഇഞ്ച് വിട്ടിട്ട് നമ്മൾ
നമ്മുടെ ഇപ്പോൾ നമ്മൾ ഷോൾഡർ എടുത്താക്കണ 8.5 അത് ഇവിടെയല്ലേ പിന്നെ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങോട്ട് താഴോട്ടൊരു ലൈൻ വരയ്ക്കാം. ഇവിടെ ഈ യോക്ക് അത് തന്നെ. അത് കഴിഞ്ഞിട്ട് നമ്മളിത് ഈ യോക്കിൻ്റെ ഇവിടെ നിന്ന് നമുക്ക് നമ്മൾ ഈ വരച്ചാക്കണ ഈ ലൈനും ഈ യോക്ക്, അപ്പോൾ നമ്മൾ ഈ യോജിതും നിങ്ങളെ നമുക്കൊന്ന് യോജിപ്പിക്കാം. ഉണ്ട്. ഇനി നമുക്കിതൊന്ന് കട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അപ്പോൾ നമുക്കിത് എങ്ങനെ ഒരു പീസ് കിട്ടി കണ്ടോ. നല്ല കണ്ടോ ഈ പീസ് ഇങ്ങനെ നോക്കിച്ചേക്കണം. കണ്ടോ ഇത് നമ്മൾ വെടുത്തുമ്പോൾ ഇതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. വെടുത്തുമ്പോൾ കണ്ടത് ഇതിങ്ങനെ വരും. ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസ്. ഞാൻ കഴുത്ത് വെട്ടിയിട്ടില്ല. നമ്മുടെ ഫ്രണ്ട് പീസ് ഇങ്ങനെ വരും. ഈ പീസ് നമ്മളിങ്ങനെ കയ്യത് ഇങ്ങനെ സൂക്ഷിച്ച് വെച്ചാൽ മതി. നമുക്ക് തുണിയിൽ കട്ട് ചെയ്യാൻ നേരത്തെ ഈ പീസ് ഇങ്ങനെ വെച്ച് തയ്ക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നൈറ്റ് തയ്ക്കണമെങ്കിൽ നമുക്കിതൊരു ഇങ്ങനെയൊരു ഇച്ചിരി ഇത് പേനൽ ഇതുപോലെ കുറച്ച് കട്ടിയുള്ള പേപ്പറിൽ വരച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് അല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ മതി. ആദ്യം നിങ്ങളിതൊന്നും ഇങ്ങനെ ന്യൂസ് പേപ്പറിൽ വെട്ടി പഠിച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒന്ന് വരയ്ക്കുക. പിന്നെ ഇത് ഞാനിത് എങ്ങനെ തുണിയിലേക്ക് വെട്ടണമെന്ന് കാണിച്ചു തരാം. അപ്പോൾ ഈ തുണി ഇങ്ങനെ രണ്ടായിട്ട് മടക്കിയിടുക. മടക്കിയിട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ നൈറ്റിയിലുള്ള നൈറ്റി പീസ് തന്നെ വെച്ച് വയ്ക്കാം. ഞാനിതിപ്പോൾ ഒരു നല്ല ഒരു ഡിസൈനർ നൈറ്റി ആയ കാരണം കൊണ്ട് ഞാൻ വേറെ ഒരു കളർ വെച്ചതാണ് കേട്ടോ. നമ്മൾ കണ്ടോ തുണി രണ്ടായിട്ട് മടക്കിയിട്ട് പോകുക. ഇത് മൊത്തം രണ്ടായിട്ട് കണ്ടോ. ഇതും 2 പീസാണ്. ഇത് നമ്മൾ എന്നിട്ട് ഇതിങ്ങനെ വെക്കുക. കണ്ടോ ഇത് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഡിസൈൻ വരച്ചിങ്ങനെ നമ്മുടെ കയ്യിലിരുന്നാൽ പിന്നെ നമുക്ക് എളുപ്പമായി, വളരെ എളുപ്പമായി. നമ്മൾ എപ്പോൾ വേണമെങ്കിലും നമുക്ക് നൈറ്റി വെക്കണമെങ്കിൽ തയ്ക്കാം. ഇങ്ങനെ നമ്മൾ നൈറ്റിയുടെ അറിയില്ലാത്തവർക്കൊക്കെ നൈറ്റിയുടെ ഇങ്ങനെ പാറ്റേൺ ഇങ്ങനെ വെട്ടി വയ്ക്കുക. പേപ്പറിൽ ഇങ്ങനെ പാറ്റേൺ വെട്ടി വയ്ക്കുകയാണെങ്കിൽ നമുക്കിങ്ങനെ തയ്ക്കാൻ പറ്റും. ഇപ്പോൾ ഇത് ഞാൻ ഇപ്പോൾ ഇവിടെ തുണിയിലേക്ക് അടയാളപ്പെടുത്താം. നമുക്ക് ആദ്യം അതിന് മുമ്പ് നമുക്കൊന്ന് നെക്കൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി വയ്ക്കാം. നെക്ക് 3 ഇഞ്ച് വീതിയാണ് ഞാൻ എടുത്താക്കണേ. സ്മോള് ലാർജൊക്കെ തയ്ക്കണവർക്ക് 2.5 മതിയാവും കേട്ടോ. പിന്നെ എക്സൽ തയ്ക്കണവർക്ക് 2.25 മതിയാവും. ഇതിൻ്റെ വീതി 3 ഇഞ്ച്. നമുക്കിങ്ങനെ ഒരു ഇത് ബാക്കിനൊക്കെ കേട്ടോ. ബാക്കിനൊക്കെ 3 ഇഞ്ച് വീതി 3 ഇഞ്ച് നീളത്തിൽ ഒരു ബോക്സാണ് ഉണ്ടാക്കിയത്. ഇനി ഇതിൻ്റെ ഫ്രണ്ട് നെക്ക് ഞാൻ 6.5 എടുക്കണേ. അത് 3 ഇഞ്ച് തന്നെ വീതി. ഇവിടുന്ന് ഞാനൊരു 1.5 ഇഞ്ച് എടുത്തു മുകളിലേക്ക്. അത് ഇതും കൂടെ യോജിപ്പിക്കാം. ഉണ്ടോ ഇത്രേ ഉള്ളൂ. ഇപ്പോൾ ബാക്ക് നെക്ക് ഞാനിപ്പോൾ വെട്ടണില്ല. നെക്ക് ഞാൻ പിന്നെ വെട്ടണുള്ളൂ. ഇത് നമുക്കിനി വെട്ടിയെടുക്കാം. കണ്ടോ ഇതിപ്പോൾ നമ്മൾ വെട്ടിക്കഴിഞ്ഞു. നമ്മൾ നെക്ക് വെട്ടിയിട്ടില്ല. നെക്ക് പിന്നെ വെട്ടാം.
കണ്ടോ, ഇത് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ നമ്മുടെ നൈറ്റി തുണി ഇതാണ്. കണ്ടോ, നൈറ്റി തുണിയിൽ നമുക്കിത് ഇതിലേക്ക് വെച്ചിട്ട് ഇതൊന്നും നമുക്ക് തയ്ക്കാം. പിന്നെ നൈറ്റി തുണിയിൽ വേറൊരു കാര്യം ചെയ്യാനുണ്ട്. ഇത് കണ്ടോ, ഇത് ഞാനിപ്പോൾ 2 പീസായിട്ട് മുറിച്ചിട്ടുണ്ട്. നടുവ് വെച്ച് നിങ്ങളുടെ നീളത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ നമുക്കിനി ഇതൊന്ന് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് അടയാളപ്പെടുത്താം. ഇത് ഞാൻ തുണി തുണി ഞാൻ 2ആയിട്ട് മടക്കിയിട്ട് പോകും കേട്ടോ. ഇതുണ്ട്, ഇത് നീളത്തിൽ കട്ട് ചെയ്തിട്ട് ഞാൻ 2ആയിട്ട് മടക്കിയിട്ട് വെക്കുക. അപ്പം നമ്മളിത് വെക്കുന്നത് നെക്കിൻ്റെ ഈ ഭാഗത്താണ് കേട്ടോ. നമ്മളിപ്പോൾ കട്ട് ചെയ്ത പീസ് വെക്കുന്നത് നെക്കിൻ്റെ ഭാഗത്താണ്. ഇതുപോലെ മടക്കിയിട്ട് ഉണ്ടോ അങ്ങനെ വയ്ക്കാം. ഇവിടെ മുകളിൽ കയറ്റി വയ്ക്കാം കേട്ടോ. ഇങ്ങനെ വെച്ചിട്ട് നമുക്കിതൊന്ന് മാർക്ക് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ കണ്ടോ, നമ്മളെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതെങ്ങനെയാണ് തയ്ക്കണമെന്ന് നോക്കാം. നമ്മളിപ്പോൾ ഇത് രണ്ടും കൂടെ ഒന്ന് ഇങ്ങനെ തയ്ക്കണം. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ നമുക്ക് ഈ ലേസ് ഇങ്ങനെ വെച്ച് പിടിപ്പിക്കണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ആദ്യം നമുക്കിത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്ത് തയ്ക്കാം. ഇത് തന്നെ വേണമെങ്കിലും വെച്ച് തയ്ക്കാം കേട്ടോ. നമ്മളിപ്പോൾ വെള്ളം എടുത്തോണ്ട് ഇത് വേണമെന്നില്ല. ഇതിപ്പോൾ ഞാൻ അവിടെ കുറച്ച് ചെസ്റ്റിൻ്റെ ഭാഗത്ത് കുറച്ച് കട്ട് കിട്ടില്ല, അതിന് വേണ്ടിയിട്ട് പറ്റുമെന്ന് നോക്കിയിട്ടുണ്ട് കേട്ടോ. ഇത് തന്നെയാണെങ്കിലും വെച്ചാൽ മതി. ഇതിപ്പോൾ ഇതുപോലത്തെ തുണിയാകുമ്പോൾ കാരണം പിന്നെ ഹോളുണ്ട്. അപ്പോൾ ഞാൻ വെച്ചെന്നാൽ പിന്നെ അത് തന്നെ വെക്കാമെന്ന് വെച്ചാൽ നമ്മൾ വെറും പ്ലെയിൻ തുണിയാണ് വെക്കണമെങ്കിൽ വെള്ളം മാത്രം വെച്ചാൽ മതി, മറ്റേ അടിയിലത്തെ തുണി വെക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ കണ്ടോ, ഇതിങ്ങനെ വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ ഞാനിങ്ങനത്തെ ഇതുപോലത്തെ തുണിയായിട്ടാട്ടോ ഞാൻ ഇത് വെച്ചത്. നമ്മൾ ചുമ്മാ പ്ലെയിൻ തുണി വെച്ച് ഏതെങ്കിലും കളർ തുണി വെച്ച് വയ്ക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ നമുക്കതിൽ നെക്കടയാം. അപ്പോൾ അത് കട്ട് ചെയ്യാം. ഇവിടെ ഒരു ഷോൾഡറിൻ്റെ ഇവിടെ ഞാനൊരു കുറച്ച് ഒരു 1/2 ഇഞ്ച് താത്തി വിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഫ്രണ്ട് നെക്ക് ചെയ്യണം. ഫ്രണ്ട് നെക്ക് വെട്ടിയിട്ടുണ്ട് കണ്ടോ. ഇതുപോലെ ഒരു ഷേപ്പിൽ വരും ഫ്രണ്ട് നെക്ക് വെട്ടിയിട്ടുണ്ട്. ഇങ്ങനെ പൈപ്പിൽ കൂടി വെച്ചാൽ എളുപ്പമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ചത്. ഏറ്റവും എളുപ്പം ഇങ്ങനെയാണ്.
അല്ലെങ്കിൽ നമുക്ക് കടയിൽ നിന്ന് പൈപ്പിങ്ങിൻ്റെ ഇതുപോലത്തെ ഇത് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് നമ്മൾ വാങ്ങിക്കാം. അല്ലെങ്കിൽ പൈപ്പിംഗ് ത്രെഡ് നമുക്ക് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അത് ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ വെച്ചിട്ട് തയ്ക്കുവാണെങ്കിലും നന്നായിട്ട് കിട്ടും. ഇത് വേണമെങ്കിലും ചെയ്യാം. ഇത് വളരെ കുറവാണ്, മീറ്ററിന് 5 രൂപയുള്ളൂ. മീറ്ററിന് വളരെ കുറവാണ്. അപ്പോൾ നമുക്ക് ഡ്രസ്സിൻ്റെ കളറിനനുസരിച്ച് പല കളറിലുള്ള മേടിക്കുകയാണെങ്കിൽ ഡ്രസ്സിൻ്റെ കളറിന് ഇനി ഇത് നമുക്ക് നമ്മുടെ ഇതിൽ വെച്ച് പിടിപ്പിക്കാം. ഇപ്പോൾ ഫ്രണ്ടിൽ ഇതിൻ്റെ ഇങ്ങനെ ഇവിടെ ഇതിലൊക്കെ ഓപ്പൺ ഇടുന്നില്ല. ഫ്രണ്ടിൽ ഓപ്പൺ വേണമെന്നുള്ളവർക്കാണെങ്കിൽ ഇതിങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടല്ലോ. ഇത് ഞങ്ങൾ പറയാൻ വിട്ടുപോയായിരുന്നു. ഇത് ഫ്രണ്ടിൽ ഇപ്പോൾ നൈറ്റിയുടെ ഓപ്പൺ വേണമെന്നുള്ളവരാണെങ്കിൽ ഇതിങ്ങനെ മടക്കി വെച്ചിട്ട് നടുവേ മടക്കി വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുക. ഇത്രയും നീളം തന്നെ കട്ട് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ സൈഡിൽ നമ്മൾ ബ്ലൗസിൻ്റെയൊക്കെ ഹുക്കൊക്കെ തയ്ക്കുമ്പോൾ സൈഡിലൊന്ന് തയ്ക്കുക. അല്ലെങ്കിൽ നമുക്ക് സിബ് വേണമെങ്കിൽ സിബും വയ്ക്കാം. ഇതിപ്പോൾ ഞാൻ അങ്ങനെയൊന്നും ചെയ്യണില്ല. കാരണം ഇതിൻ്റെ കഴുത്തിന് നല്ല അകലമുണ്ട്. തലക്കടെ നമുക്ക് കിടക്കുന്ന ഭാഗത്തിന് നല്ല അകലമുണ്ട്. ഞാൻ 6.5ഉം 3 ഒക്കെ ഇട്ടേക്കണ കാരണം സിമ്പിളായിട്ട് നമ്മുടെ തലക്കടെ കടന്നു പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഇപ്പോൾ വേണ്ടവർക്ക് ഇതേ ഇവിടെ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് വെക്കാം കേട്ടോ. നമ്മൾ പൈപ്പിങ് ചെയ്യണം എങ്ങനെയാണ്, ബ്ലൗസിനായാലും ഏതിനായാലും പൈപ്പിങ് ചെയ്യണം ഏറ്റവും സിമ്പിൾ മെത്തേഡ് ഇതാ കേട്ടോ. ഇങ്ങനെ മടക്കി വെച്ച് പയ്യ ഒന്നോടെ നടുക്കുക ഒന്ന് മടക്കിയിട്ട് വെച്ചാൽ മതി. വളരെ സിമ്പിളാണ്. എനിക്കൊക്കെ ആദ്യം പൈപ്പിങ്ങൊക്കെ വയ്ക്കാൻ ഭയങ്കര പാടായിരുന്നു. പിന്നെ ഇങ്ങനെ ഞാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് വളരെ സിമ്പിളാണ്. ഇവിടെ നമുക്ക് ഇവിടെ ഒരു വെട്ടുണ്ടല്ലോ. അപ്പോൾ നമുക്കിതൊന്നൊന്ന് ഇവിടെ ഒന്ന് ശരിക്കും ഒന്ന് ഉള്ളിലേക്ക് പിടിച്ച് വെച്ചിട്ട് കണ്ടോ നമ്മുടെ നെക്ക് നന്നായിട്ട് വന്നിട്ടുണ്ടോ. കണ്ടോ നമ്മൾ നല്ല പൈപ്പിങ്ങൊക്കെ കൊടുത്തത് നല്ല ഇതിൽ വന്നിട്ടുണ്ട്, നല്ല സ്റ്റൈലിൽ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഇവിടെ ഒരു ലേസർ കൊടുക്കാം. അടിയിൽ നമുക്കൊരു ലേസർ കൊടുക്കാം. അപ്പോൾ അതിൻ്റെ പണി വരും. വേണ്ട നമ്മളിപ്പോൾ അതേപോലെ ഈ ലേസ് പിടിപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമുക്കിങ്ങനെ തയ്ക്കാം. തയ്ച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക്
ഇനി നമ്മൾ ബോഡി പാർട്ടുമായിട്ട് ഇത് ജോയിൻ ചെയ്താൽ മതി. അപ്പോൾ നമുക്കിതിങ്ങനെ ജോയിൻ ചെയ്യാം. ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കത് ഇതിങ്ങനെ ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇതിങ്ങനെ തിരിച്ച് വെച്ച് ഇങ്ങനെ തയ്ക്കാം. വെച്ചാൽ മതി കേട്ടോ. അത് ഉണ്ടോ ഈ ലേസ് ഇങ്ങനെ വെച്ചങ്ങനെ തയ്ക്കാം. വേണ്ട ഇങ്ങനെ തയ്ച്ചാൽ അങ്ങനെ അതിങ്ങനെ നല്ല ഭംഗിക്ക് ഇരുന്നോളും. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അപ്പോൾ നമ്മളിനി ഇതുമായിട്ട് നമ്മളിതേ യോക്ക് തയ്ച്ചില്ലേ, യോക്ക് ഫ്രണ്ട് യോക്ക് തച്ചത് നമുക്ക് ബോഡി പാർട്ടുമായിട്ടൊന്ന് ജോയിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഈ നല്ല വശം ഇതിൻ്റെ ഈ നല്ല വശം കൂടെ തച്ചാൽ അതുകൊണ്ട് ഞാനിത് ഇതുണ്ട് ഇതിവിടെ ഇങ്ങനെ കുറച്ച് കയറ്റിയിട്ടാണ് തച്ചാക്കണം. അപ്പോൾ തച്ച് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഇത് ഇങ്ങനെ ഇട്ട് കഴിയുമ്പോൾ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിത് നമുക്ക് കുറച്ച് ഫ്രില്ലിടാനായിട്ട് കിട്ടിയിട്ടുള്ളൂ. ഈ തുണിക്ക് വീതി കുറവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു 2 ഇഞ്ചേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടുന്ന് ഒരു 1/2 ഇഞ്ച് മാറ്റിയിട്ട് നമ്മുടെ ഈ ഫ്രണ്ട് ഇതില്ലേ ഇവിടെ നമ്മൾ കട്ട് ചെയ്യണമെങ്കിൽ കട്ട് ചെയ്ത് നമുക്ക് പിടിപ്പിക്കാം, ഹുക്കൊക്കെ പിടിപ്പിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ തയ്യൽ തുമ്പും ഒക്കെ ഇവിടെ ഇടാൻ വേണ്ടിയിട്ട് ഒരു 1/2 ഇഞ്ച് വേണം. അപ്പോൾ നമ്മളിവിടെ ഒരു 1 ഇഞ്ച് മാറ്റിയിട്ട് കണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ 2 ഇഞ്ചല്ലേ കിട്ടിയേക്കണം. അപ്പോൾ 1 ഇഞ്ച് മാറ്റിയിട്ട് നമുക്ക് ഒരു 2 ഇഞ്ച് ഇടാം. എന്ത് ചെയ്യണ്ടോ. അപ്പോൾ നമുക്ക് ഇവിടെ ഇങ്ങനെ ഈ 2 സൈഡിൽ ഇതുപോലെ ആണ്. അപ്പോൾ നമ്മളിത് ഇവിടെ ഒരു ഇത്രേ ഉള്ളൂ. അപ്പോൾ നമുക്കിവിടെ ഇവിടെ ഇതിടാം, ഇവിടെ ഇടാം കേട്ടോ. ഇത് കഴിഞ്ഞ് നമുക്ക് ഇവിടെ ഇങ്ങനെ 2 ടക്കിട്ട് ഇത് കഴിഞ്ഞിട്ട് ഇവിടെ ഫ്രില്ല് വരണ്ട, ഫ്രില്ല് തച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ജോയിൻ ചെയ്യാം. പിന്നെ ഇവിടെ ഈ ചുരുക്കിടുമ്പോൾ നമ്മൾ ഇവിടെ എത്ര എണ്ണം മണ്ണുണ്ടോ അത്രയും തന്നെ ഇപ്പുറത്തെ സൈഡിലും വരാൻ നോക്കണം കേട്ടോ. 2 സൈഡിലും തുല്യ അളവിലായിരിക്കണം എണ്ണ. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരു വശത്ത് കൂടുതലും ഒരു വശത്ത് കുറവായി പോകും. അപ്പോൾ കാണാനൊരു ഭംഗി ഉണ്ടാവില്ല. ഈ ചുരുക്കിടുമ്പോൾ 2 സൈഡിലും ഒരുപോലെ വരാൻ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് കാണുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവില്ല. ഇപ്പോൾ ഞാൻ ഈ സൈഡിലൊരു ചെറിയ 4 ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റേ സൈഡിലും അതുപോലെ തന്നെ ഒരു 4 ഇടണം. അത് കഴിഞ്ഞ് നമ്മളത് ഒന്ന് വെച്ച് നോക്കാം. 2 സൈഡിലും 4 വെച്ചിട്ടിട്ടുണ്ട്. ഈ തുണിക്ക് വീതി കുറവായതിന് അത്ര കിട്ടുള്ളൂ. വീതി കുറച്ചുകൂടി വീതിയുള്ള തുണിയാണെങ്കിൽ കുറച്ചുകൂടെ കൂട്ടി വയ്ക്കാൻ കിട്ടും. അപ്പോൾ എന്നിട്ട് നമ്മളിത് ഇത് 2 കൂടെ ഒന്ന് വെച്ച് നോക്കാം കറക്റ്റാണെന്ന്. കണ്ടോ ഇതിപ്പോൾ അതെ കൃത്യം കറക്റ്റായിട്ട് വന്നിട്ടുണ്ടോ. അത് കണ്ടോ കറക്റ്റല്ലേ. ഇനി നമുക്ക് ബോഡി പാർട്ടും നമ്മളെ യോക്കും കൂടെ ഒന്ന് നമുക്ക് യോജിപ്പിക്കാം. നമുക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ കൂടെ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ഇതിവിടെ നമ്മൾ കൊടുത്ത ഈ മിഡിൽ പാർട്ടും ഇവിടെ നമ്മളൊരു കട്ട് കൊടുത്തിട്ടില്ല, ആ മിഡിലും കൂടെ ഒപ്പം വരണം കേട്ടോ. കണ്ടോ. അപ്പോൾ നമ്മുടെ യോക്കും ബോഡിയും കൂടെ
ഇത് കണ്ടോ പിടിപ്പിച്ച് കഴിഞ്ഞു. യോക്കും ബോഡിയും കൂടെ പിടിപ്പിച്ച് ഇത് കണ്ടോ കറക്റ്റായിട്ട് ഇത് കണ്ടോ യോക്കും ബോഡിയും കൂടെ പിടിപ്പിച്ച് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇതിൻ്റെ എന്താണെന്ന് വെച്ചാൽ ഇത് കണ്ടോ ഇത് മുകളിലേക്ക് ഇരിക്കണം. നമുക്കിങ്ങനെ താഴോട്ട് വെച്ചിട്ട് ഇതിൻ്റെ ഇതിലേക്കടെ ഇങ്ങനെ ഒരടിയും കൂടി അങ്ങ് അടിക്കാം കേട്ടോ. ഇത് ഞാനിവിടെ അരക്കത്ത് കണ്ടോ കയറ്റി വെച്ച് തച്ച കാരണം കൊണ്ട് ഒട്ടും പോയിട്ടില്ല കണ്ടോ. ഞാനവിടെ ഇത് തയ്ക്കാനുള്ള തയ്യൽ തുമ്പ് ഇട്ടായിരുന്നു ലേസ് പിടിപ്പിച്ചത്. അപ്പോൾ ലേസ് പിടിപ്പിച്ച കാരണം കൊണ്ട് നമുക്ക് കറക്റ്റായിട്ട് തന്നെ തയ്ക്കാനുള്ള തുമ്പ് കിട്ടി. അതുകൊണ്ട് പിന്നെ നമുക്കിതിങ്ങനെ വെച്ചിട്ടൊന്ന് മുകളിൽ വാങ്ങിക്കണമെന്ന്. പക്ഷേ കടയിൽ നോക്കുമ്പോൾ ഭയങ്കര വിലയായിരിക്കും. നമുക്ക് തയ്ക്കാൻ പറ്റില്ല, മേടിക്കാൻ പറ്റില്ല. നമുക്ക് സ്വന്തമായിട്ടാണെങ്കിൽ അങ്ങനെ നമുക്ക് തയ്ക്കാം. ഇത്രേ ഉള്ളൂ. ഇനി നമ്മൾ ഇതിൻ്റെ ഇവിടെ കൈയും പിടിപ്പിച്ച് ബോഡിയും പിടിപ്പിക്കണം. അത് സാധാരണ നൈറ്റിയുടെ പോലെ തന്നെ കേട്ടോ. ഇത് കണ്ടോ ഇനി ഞാനിവിടെ ഇതിനിവിടെ 2-3 എംബ്രോയിഡറി കൊണ്ട് തയ്ക്കേണ്ടത്. വെറും പ്ലെയിൻ തുണിയല്ലേ, അപ്പോൾ ഞാൻ എംബ്രോയിഡറി വെറും വൈറ്റല്ലേ. ഇപ്പോൾ 2-3 ഒരു എംബ്രോയിഡറി കൂടെ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഞാനിത് ഇങ്ങനെ ഒരു എംബ്രോയിഡറി കൂടെ തയ്ക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ. അതുകൊണ്ട് അത് ഞാൻ തയ്ച്ചിട്ട് ഫുൾ വീഡിയോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഇത് ഞാനിപ്പോൾ ഫ്രണ്ട് ഇതാണ് തയ്ച്ചേക്കണേ. ബാക്ക് സാധാരണ പോലെ തന്നെ ഇതുപോലെ, പിന്നെ ഇതുപോലെ തന്നെ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാൻ മറക്കരുത് കേട്ടോ. Thank you.